എപ്പോഴെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ എത്ര അച്ചീവ് ചെയ്തിട്ടും എങ്ങും എത്താത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ എങ്ങും എത്തുന്നില്ല. അതിന്റെ കാരണം ഈ ഒരു ട്രെഡ്മില്ലിൽ അകപ്പെട്ടു പോയതുകൊണ്ടാണ്. ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ ട്രിക്ക് ചെയ്യാൻ വേണ്ടി ഡിസൈൻഡ് ആണ്. അതായത് എവല്യൂഷൻ നമുക്കിട്ട് തന്നൊരു പണിയാണിത്. ഇതിന്റെ പേരാണ് ഹെഡോണിക് ട്രെഡ്മിൽ. ട്രാൻസ്ലേഷൻ ഞാൻ പറയാം. നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യം കിട്ടുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പതിയെ അങ്ങ് ഗോൾ പോസ്റ്റ് മാറ്റും. പ്രൊമോഷൻ കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത റേസ് എപ്പോഴാ? 1K ഫോളോവേഴ്സ് ആയോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി 10K വേണം. ഈ ഒരു ലൂപ്പ് ഒരിക്കലും തീരത്തില്ല. ഇതിലെ ക്രൂവലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിനിന്റെ വിചാരം ഇത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുമെന്നാണ്. പക്ഷെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അഡിക്റ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോടീശ്വരന്മാർക്ക് ഇനിയും പൂജ്യങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിരന്തരം ഫോൺ ചെക്ക് ചെയ്യുന്നതും. നിങ്ങൾ ഹാപ്പിനെസ്സിനെ അല്ല ചേസ് ചെയ്യുന്നത്, നിങ്ങൾ അടുത്ത ഡോപ്പമിൻ ഹിറ്റാണ് ചേസ് ചെയ്യുന്നത്. പക്ഷെ ആരും പറഞ്ഞു തരാത്തൊരു ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആ ട്രെഡ്മില്ലിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. എങ്ങനെയെന്നല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ്. അറിയാം, കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് ലിറ്ററലി നിങ്ങളുടെ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റത്തിന് റീവയർ ചെയ്യും. നിങ്ങളുടെ ബ്രെയിനിനോട് നിങ്ങൾ തന്നെ പറയുകയാണ്, ഓടുന്നത് മതി, നിർത്തിക്കോ, നിങ്ങൾ എത്തേണ്ട സ്ഥലത്തെത്തി. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കഴിച്ച എല്ലാ ഫുഡും നിങ്ങൾക്ക് ഓർമ്മയില്ല, പക്ഷെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ചിരിച്ചും കളിച്ചും എൻജോയ് ചെയ്ത ആ ഒരു ഡിന്നർ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ എന്ന് പറയുന്നത്. ആ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യും. യു വിൻ എ ഗെയിം യുവർ ബ്രെയിൻ ഡിഡൻ വാണ്ട് യു ടു വിൻ. ഇനിയാണ് ശരിക്കുള്ള ക്വസ്റ്റ്യൻ. വീണ്ടും നിങ്ങൾ എത്താത്തൊരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കാൻ തന്നെ പോവുകയാണോ? അതോ നിങ്ങൾ റേസിൽ നിന്നൊന്ന് ഇറങ്ങി ഫിനിഷ് ലൈൻ ഓൾറെഡി നിങ്ങൾ പാസ് ചെയ്തെന്ന് റിയലൈസ് ചെയ്യാൻ പോവുകയാണോ?